നിങ്ങളുടെ പ്രിയപ്പെട്ടവര് നിങ്ങളിൽ നിന്ന് പെട്ടെന്ന് അകലാൻ ശ്രമിക്കുന്നുണ്ടോ? എങ്കിൽ ഈ 4 വലിയ തെറ്റുകൾ ഇനി ഒരിക്കലും ചെയ്യരുത്. ഇത് അവരെ നിങ്ങളിൽ നിന്ന് ശാശ്വതമായിട്ട് തന്നെ അകറ്റിയിരിക്കും. 1, നിരന്തരം മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇത് ആകർഷണ നിയമത്തിന് തന്നെ വിപരീതമാണ്. നിങ്ങളുടെ ഈ ഭയവും വെപ്രാളവും ഒക്കെ വാസ്തവത്തിൽ നിങ്ങളുടെ വൈബ്രേഷനെ പൂർണ്ണമായിട്ടും കുറയ്ക്കും. 2, വലിയ സങ്കടങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കുക എന്നുള്ളത്. നിങ്ങളുടെ ഈ മിഡ് നൈറ്റ് കൺഫെഷനുകളൊക്കെ ഇല്ലേ, അത് അവർക്ക് പലപ്പോഴും സ്നേഹമായിട്ടല്ല, മറിച്ച് നിങ്ങളുടെ ആവശ്യം, നിങ്ങളുടെ ആവശ്യകത അഥവാ നീഡ്നെസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇത് അവരെ കൂടുതൽ നിങ്ങളിൽ നിന്ന് അകറ്റും. 3, ദേഷ്യപ്പെടുക. ദേഷ്യം എന്ന് പറയുന്നത് വളരെ താഴ്ന്ന ഫ്രീക്വൻസിയിലുള്ള ഒരു വികാരമാണ്. ഇത് ഒരിക്കലും ഒരാളെ നിങ്ങളിലേക്ക് ആകർഷിക്കില്ല. പകരം വലിയ ഒരു മതിലായിരിക്കും നിങ്ങളുടെ ഇടയിൽ തീർക്കാൻ പോകുന്നത്. 4, നിരന്തരമുള്ള ക്ഷമാപണങ്ങളും സ്വയം കുറ്റപ്പെടുത്തലുകളും. നിങ്ങൾ സ്വയം കുറ്റപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് വളരെ നെഗറ്റീവായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് നിങ്ങൾ കൊടുക്കുന്നത്. ഇത് ഭാവിയിലും ഈ വിധത്തിലുള്ള അവഗണനകളെ വീണ്ടും ആകർഷിക്കാൻ കാരണമാവും. ഇതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് അവർക്ക് കുറച്ച് സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ നിങ്ങളിലേക്ക് തന്നെ കൊണ്ടുവരണം. ഓർക്കുക, നിങ്ങളുടെ ഊർജവും വൈബ്രേഷനും ഉയരുമ്പോൾ നഷ്ടപ്പെട്ടതെല്ലാം താനെ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. നിങ്ങളുടെ സ്വന്തം വില നിങ്ങൾ തിരിച്ചറിയണം. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായണൻ. താങ്ക് യു.